വെൽക്കം ബാക്ക് ടു മാമൻ ചിത്രീസ. അപ്പോൾ ഇന്ന് പുതിയ വീഡിയോ ആണ്. ഇന്ന് അപ്പച്ചൻ്റെ വക ഒരു മീൻ കറി ഉണ്ടാക്കാണ്. കിടിലം മീൻ കറി ഉണ്ടാക്കാണ്. അപ്പോൾ നമുക്ക് മീൻ കറിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഗൈസ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുക. എന്നിട്ട് ബാക്കി പറയും. നിന്റെ അടുത്ത് പറയും, ചാടാ പറയും. അവിടെ കയറിയിരിക്കുക, എന്നാലാണ് നമ്മളിങ്ങനെ ഇടാൻ പോണത്. എന്നിട്ടാണ് പറയും. കറുത്ത കുരുവാണ് ഇടാൻ പോകുന്നത്. പച്ചമുളക് ഇല്ല. അയ്യോ, 4 മതി, 5 മതി. വട്ടത്തിൽ അരിഞ്ഞാൽ മതി. കടുക് പൊട്ടി കഴിഞ്ഞ് ഉലുവ ഇടുക. ഓക്കെ, കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഉലുവ. ഓക്കെ, അയ്യോ നിങ്ങൾക്ക് ഉലുവ എമൗണ്ട് കണ്ടിട്ടില്ല. ചുമന്ന കളർ വരും. ഓക്കെ, ചുമന്ന കളർ വരുമ്പോ കറിവേപ്പില ഇട്ട് കൊടുക്കുക. മാറടി സ്വത്ത കറിവേപ്പില ഇട്ട് ഇങ്ങനെ പൊട്ടും. ഓക്കെ, അത് പൊട്ടുമ്പോ ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഇനി ഇത് ഇളക്കുക. ഇതെല്ലാം വേവട്ടെ, ഇളക്കി വേവിക്കുക. മുളകുണ്ടോ? പച്ചമുളകുണ്ടോ? പച്ചമുളകിൻ്റെ കൂടി ഇടുക. അപ്പൊ നമ്മളെന്താ മറ്റേ സബോള ഇതിന്റെ കൂടി ഇടാഞ്ഞപ്പോ ഇടില്ല. ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെയ്തില്ല. ഓക്കെ, അത് എണ്ണയിൽ കിടന്ന് വേവണം മീൻ കറിക്ക്. ഈ പാത്രമൊക്കെ മാറ്റാറായി, അതിൻ്റെ അടിവശമൊക്കെ പോയി. ബീട്രൂട്ട് തോരനാ? ഇതിനെന്താ മീൻ വറുക്കണ്ട? വേറെ മീൻ വറുക്കണ്ട? അപ്പൊ അതിന് ഞാൻ വീണ്ടും മസാല പറ്റണേ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണ്ടതല്ലേ ഇനി? വേണം. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഡാൻസ് ചെയ്യാൻ പോവാണ്. നമ്മക്ക് പാട്ട് വയ്ക്കല്ലേ? വാ, ഹോളി പോവാ. മീൻകറി വെക്കുമ്പോൾ കാശ് നോക്കരുത്. നല്ല ടേസ്റ്റുള്ള നല്ല സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ചുവന്നുള്ളി, സവോളയ്ക്ക് വേണ്ട ചുവന്നുള്ളി ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നല്ല വില കൊടുത്ത് മീൻ മേടിക്കുമ്പോൾ നല്ല സാധനം. വീഡിയോ എടുക്കണ്ട. ഓഫ് ചെയ്തോ. എനിക്കൊന്നും പറയണ്ട. ഡാൻസ് ചെയ്യാമ്മ. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഡാൻസ് ചെയ്യുന്നത് ഹാളിൽ കാണിക്കും. ഹാളിൽ പോവാ. അത് ഞാൻ കട്ട് ചെയ്ത് വന്നത്.
ഉപ്പെടുക്കും. എന്തായാലും ഒന്നുമില്ല, അങ്ങടെ ആവശ്യത്തിന് ഇടുക. കറിക്ക് ആവശ്യമുള്ള ഉപ്പ്, സവാള വേവാനുള്ള ഉപ്പ് ഇടുക. ഒന്നുകൂടി പറഞ്ഞേ. കാശ്മീരി ചില്ലി, സ്പൂൺ. മല്ലിപ്പൊടി കുറച്ച്, 1 സ്പൂൺ മല്ലിപ്പൊടി. കലക്കണ്ടേ ഞാൻ ഫിഷ് മസാല ഒരു പാത്രത്തിലുണ്ടാവും. പറയാം. ഫിഷ് മസാല ഒക്കെ ആവശ്യത്തിന് എത്രയാണെന്ന് എനിക്ക് അറിയില്ല. മഞ്ഞപ്പൊടി ഇളക്കി കഴിഞ്ഞാൽ അടി പിടിക്കും. സബോള കിടക്കണം. അത് മഞ്ഞപ്പൊടി എന്തൊക്കെ ഇട്ടു? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. കുരുമുളക് വേണോ? കുരുമുളക് വേണ്ട. ഗരം മസാല വേണോ? വേണ്ട. വേണം. ഇളക്കുക. പൊടികൾ പച്ചമണം പോകുന്നവരെ ഇറക്കുക. ഇളക്കാതെ അടി പിടിക്കും. പാത്രമൊക്കെ വേറെ പിടിച്ചിട്ടായിരുന്നു അല്ലേ? പാത്രം അടുപ്പ് ഒരു സുഖമില്ല, ലുക്കില്ല. എന്തിനാ കുറച്ചത്? അടി പിടിക്കാണ്ടിരിക്കാൻ പുറത്ത്. എന്താ ഇത് കഴുകിട്ടല്ലേ തിന്നടാ? കഴുകിയില്ലേടി? എന്താ കഴുകാണ്ട് തിന്നണ? ഞാൻ കഴുകി. അതിന് അടുത്ത വിഷമൊക്കെ നിന്റെ വയല് വയറ്റിലേക്ക് കേൾക്കും. കഴുകി പോയിട്ട് സുഖം. ഓക്കെ, ഇതൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പുളിവെള്ളം ഒഴിക്കുക. കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത്, കുടംപുളിയും വെള്ളവും കൂടെ ഒഴിക്കുക. ഇനി ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീനിലേക്ക് ആവശ്യമുള്ള വെള്ളം. തേങ്ങാപ്പാൽ എടുത്തു വരും. തേങ്ങാപ്പാൽ
പറയൂ, ഒരു ഡേ ഫുള്ള് ജോലി ചെയ്ത് വന്ന മനുഷ്യനെ കൊണ്ട് കറി ഉപയോഗിക്കണമെന്ന് പറയും. അത് ഞാൻ കട്ട് ചെയ്ത് കളയൂട്ടെ. ഇതെന്തിട്ട് ചെയ്യുന്നതെന്ന് പറ. തേങ്ങാപ്പാലെടുത്തിടുന്നു. മാങ്ങിയിട്ടില്ലല്ലോ. വാങ്ങിയിടാം, ഇത് കിടന്ന് തിളക്കട്ടെ. ഇത് മൂന്നാം പാലിട്ടിട്ട്. മൂന്നാം പാലിനുണ്ടോ കണക്കാ കൊടുത്ത്. വെള്ളം കുറച്ചുകൂടെ വേണ്ടി ഇരിക്കല്ലേ, മാങ്ങ മീനും വേണ്ടിയല്ലേ. ഇരിക്കട്ടെ, ഇത്ര വെള്ളം. ഇതിന്റെ ഒപ്പം തന്നെ ഇത് എടുത്തുവിട്ടൂടെ മീൻ? മീൻ ഇപ്പം ഇടാൻ പറ്റില്ല ഷെഫ്. എന്ത് പറ്റി? മീനിന് വേവ് കുറവാണ്, മീൻ ഉടഞ്ഞു പോവും. മുള്ളു മാത്രം തിന്നാൽ മതിയെങ്കിൽ ഓക്കെ, അല്ല മീൻ സൂപ്പ് മതിയെങ്കിൽ ഓക്കെ. മത്തി സൂപ്പ് മതിയാ? ഇതിൽ പകുതി വെള്ളമാണ് ഈ ഇത് പറ്റിപ്പണി സാധനം. ഓക്കെ, അതേതാ കമ്പനി? കമ്പനിയും കൂടി പറ. ശാന്തിയോട് സമ്മതിക്കണല്ലേ? ഇത്രയും വലിയ കൂട്ടാൻ 5 മിനിറ്റിലൊക്കെ എഡിറ്റ് ചെയ്തിടണ്ടേ? മാത്രമേ പറ്റുള്ളൂ. അല്ല, എൻ്റെ സുജമാൻ സൂത്ര. സുജമാൻ തകർക്കും. ഇത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര റീച്ച് ആവുന്നറിയോ? ഫോളോവേഴ്സ്. ഷാൻജിയോക്കൊരു എതിരാളിയാണ്. കൊളായി ഇന്ന് കൊള. അങ്ങനെ പറഞ്ഞാലാണ് സുജമാൻ്റെ കാര്യങ്ങൾ നന്നാവുള്ളൂ. അതാണ് ട്രേഡ് സീക്രട്ട്. മാങ്ങയാണോ ഫസ്റ്റ് ഇടണേ? അപ്പ ഇവിടെ മാങ്ങയാണ് ഇടുക, നാട്ടിൽ മാങ്ങ ലാസ്റ്റ് ഇടുള്ളൂ. കാരണം ഇവിടുത്തെ മാങ്ങയ്ക്ക് ഭയങ്കര വേവാണ്. അത് ചൂടല്ലോ, ഞാൻ ആ എണ്ണ അലിയിപ്പിക്കാൻ വേണ്ടി എടുത്തത്. ആ സോപ്പിട്ട് വേണം കേട്ടോ പാത്രം. മത്തി റെഡിയാക്കിയതാ. അപ്പൊ അതിനുള്ളിൽ മീനിടാതാണ്ടാവില്ല. അപ്പൊ മീനൊക്കെ ഇടാൻ സ്ഥലമുണ്ട് ഇവിടെ. പാത്രം എടുക്ക, അടക്കണ പാത്രം എടുക്ക്. അവിടുന്ന് ഇവിടെ എടുത്തു. ആ പാത്രം അല്ല, ഇതിന്റെ പാത്രമുണ്ട്. ഇതിന് മാച്ച് ആവണ പാത്രം. മാച്ചാണ് പാത്രം. മാച്ച് വേവട്ടായിരുന്നു. ഇത് വെന്ത് വേണ്ട മീൻ എടുത്തിട്ട് അത്രേ ഉള്ളൂ പണി. പണിയില്ല, വേറെ പണിയൊന്നുമില്ല. കഴിഞ്ഞു മീൻ കറി.